അപ്പൊ എല്ലാ കൂട്ടുകാരുടെ വെക്കേഷൻ ഒക്കെ അങ്ങനെ തീരാറായിട്ടുണ്ട്. അപ്പൊ വെക്കേഷനിൽ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ വെക്കേഷൻ ഒരു ഷൂട്ട് കാരണം ഫുൾ കത്തമായി. ഈ വീഡിയോ എന്താ പറ്റിയാന്നറിയാം. ഞാൻ പറയാം. വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് 2 മാസമായി വെക്കേഷൻ ഫുൾ പോയി ഒരു ഷൂട്ട് കാരണം. അപ്പൊ 2 മാസമായ ശേഷം നമ്മൾ സൈക്കിൾ എന്നെടുത്ത് വീലിലേക്ക് വീല് ഞാൻ വരെ മറന്നു എന്ന സംശയമുണ്ട് എനിക്ക്. നീനെ മാനം കെടുത്തോളാം. ഞാൻ മറക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ മറക്കാത്ത കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് നമ്മുടെ സ്വിമ്മിങ്, അതുപോലെ തന്നെ സൈക്ലിങ്, പിന്നെ ഡ്രൈവിങ് എനിക്ക് മറക്കത്തില്ല. അതെന്താണ് ഓർമ്മ. പിന്നെ സിനിമ അപ്ഡേറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. എന്റെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാനുണ്ട്, പിന്നെ കൊരങ്ങളി, പിന്നെ മുത്തശ്ശി. ആ മുത്തശ്ശി എന്ന് പറഞ്ഞ അതെല്ലാവരും പെട്ടെന്ന് തന്നെ പോയി കാണും. അടിപൊളി ഒരു പെട്ടെന്ന് തന്നെ എവിടെ പോയി കാണും. അത് വെബ് സീരീസ് ആണ്, C5ന്റെ വെബ് സീരീസ് ആണ്. അന്നത്തെ നമ്മുടെ റിച്ചുകുട്ടൻ അല്ല സോറി സച്ചിക്കുട്ടൻ. എനിക്ക് എന്നെ പോലെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ ഇവന്മാരെ എപ്പോഴും പേര് മാറ്റി മാറ്റിയാ വിളിക്കുന്നത്. എന്നെ ചിലപ്പോ സച്ചുന്നും റിച്ചുന്നും ഒക്കെ വിളിക്കും. പല പേരായിരിക്കും. ആരാണോ എന്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കുന്നത് അവര് തിരിഞ്ഞു നോക്കിക്കോളും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവൻ സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പൊ നോക്കാം. സൈക്കിളിന്റെ അവസ്ഥ എന്തുവായെന്നൊക്കെ നമുക്ക് നോക്കണം ആദ്യം. കാരണം ഇത്രയും ദിവസം പിന്നെ വേറൊരു സാധനം നമ്മൾ മാവേലി പോലെ ഇരിക്കുന്നത്. ഇത് വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഇരിപ്പായി പോയി. കാരണം ഞങ്ങൾക്ക് ഇതെടുത്തൊന്ന് പ്രശ്നം ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മള് ഇതെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതെ, സമയം കിട്ടിയില്ല. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു സമയം കണ്ടു. ഇനി ഞാൻ ഇതിന്റെ വീഡിയോ ഇനി വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് നോക്കി കാണണം. അടിപൊളി. ഞാൻ യൂട്യൂബിലല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. അതെ. അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ സച്ചുകുട്ട? നെക്സ്റ്റ് വീഡിയോ ബൈക്കിന്റെ ഞാൻ വീലിയൊക്കെ അടിക്കാൻ ശ്രമിച്ച് വരുന്നുണ്ട്. എനിക്കിപ്പോ പൊങ്ങിയൊക്കെ പോപ്പായി ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. വെക്കേഷന് മുമ്പ് നമ്മുടെ സൈക്കിൾ ഒന്ന് പഞ്ചറായിരുന്നു. പിന്നെ അത് അതൊക്കെ പിന്നെ മെയിൻ കാര്യമാണ്. കാരണം നമ്മുടെ സൈക്കിളിന്റെ ട്യൂബ്ലെസ് ടയർ ആയിരുന്നു. അത് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ട്യൂബല്ലായിരുന്നു ട്യൂബ്. നല്ലൊരു ഹോളായി, വലിയൊരു ഹോളായി. നമുക്ക് ചെയ്യാൻ പറ്റാതെ. അപ്പൊ നമുക്ക് ബൈക്കിന്റെ വീഡിയോ ഉടനെ തന്നെ വരും. പക്ഷെ ഇപ്പൊ സൈക്കിള് പഞ്ചറൊടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തിൽ നമ്മുടെ ബൈക്കിന്റെ വീഡിയോ ഉടനെ തന്നെ വരും. എല്ലാവരും കമന്റ് ചോദിച്ചത് ഞാൻ കണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത സൈക്കിളിലായിട്ട് പോകണ്ടേ? ബാ, നമ്മുടെ സൈക്കിൾ എപ്പോഴും ക്യാമറ ഇട്ട് തിരിക്കണ്ട. പിന്നെ നമ്മുടെ സൈക്കിൾ ഇതെന്തുവാണ് നിന്റെ ആയോ? ഇത് നിന്റെ നിക്കർ വിരിച്ചിടായ എന്തുവാണ് ഇത്? അവന്റെ പഞ്ചറുണ്ടോ ഇനി നോക്കില്ല. പഞ്ചറൊക്കെ മാറി സൈക്കിള് ഇവിടെ പൊന്നുപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും തുണി എടുത്തോ. അടിപൊളി. പിന്നെ വേറൊരു വീഡിയോ വരുന്നത് മറക്കെ പ്ലീസ്. നമ്മുടെ സ്പോർട്സ് ഐറ്റംസ് വരുന്ന ഒരു വീഡിയോ ഉണ്ട്. അതും എല്ലാവരും ഉറപ്പായിട്ടും യൂട്യൂബിൽ തന്നെ കാണണം. അല്ല നമ്മൾ അതിന് മുമ്പേ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ ഫുൾ പ്രൊമോഷൻ. എന്നാ തുണിയൊന്നും വേണ്ട. ചേറി കിടക്കുന്ന അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് ഏരിയ ഇത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയ. ആക്ടിവിറ്റി ഏരിയയിൽ കുറെ ഉണ്ട്. ഫുട്ബോള് കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും ഞങ്ങൾക്ക് കൂടുതൽ സ്പേസ് വേണ്ടത് സൈക്കിൾ വെക്കാനും സ്പോർട്സ് ആക്ടിവിറ്റീസ്. സൈക്കിൾ പകുതി അവിടെ കുറെ സ്ഥലം, ഇവിടെ കുറെ സ്ഥലം. ഇങ്ങനെ കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ പോലെ ഇക്കച്ചിയുടെ പണ്ടത്തെ പാടൊക്കെ ഇട്ട് സ്വിച്ച് ബോൾ പ്രാക്ടീസ് തുടങ്ങി. അയ്യോ, അതാ ഇപ്പൊ ഞാൻ സഹിക്കാം. നമ്മുടെ സൈക്കിൾ വേണ്ട, ഞാൻ വേണ്ട വേണ്ട. നീ അങ്ങനെ മാത്രം ചെയ്താൽ പോരല്ലോ, ഇത് എല്ലാം നമ്മളിപ്പോ ചെയ്യണ്ടേ. സൈക്കിൾ അങ്ങോട്ട് ശരിയാക്കണം. ഒരു വീലിയൊക്കെ അടിച്ച് ശരിയാവണം. പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഭയങ്കര വെയിലാണ് കേട്ടോ. വെയില് നിങ്ങളെ കുഞ്ഞുങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. രാവിലെ 11 to 3 മണി വരെ നമ്മള് ഇതാണോ സച്ചു? ഇങ്ങനെ ഇപ്പൊ കാണിക്കാം. എന്റെ ഒരു സ്പെഷ്യൽ ഒരു ഗാർഡൻ. ഇവൻ ഇതാണ് ഇവിടെ എല്ലാം പൊടിച്ചിടും. അതെ, ഇവനൊരു മണ്ടനാ. എന്റെ അനിയനെ ഇപ്പൊ ഇല്ലേക്ക് എന്തോ എടുക്കാനാ. ഞാനല്ലാതെ പിന്നെ ആര്? അതുകൊണ്ട് മണ്ടനാണെന്നും പറയല്ലേ. നമ്മൾക്കു ഞാൻ പിടിച്ച റെഡി.
അപ്പൊ അങ്ങനെ ടയർ ഇടൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം, രാവിലെ 11 to വൈകിട്ട് 3:30 വരെ നമ്മൾ മാക്സിമം വെളിയിലിറങ്ങി ഗ്രൗണ്ടിൽ ഓപ്പൺ ഏരിയാസിൽ വെയിലുള്ളിടത്ത് കളിക്കാതിരിക്കുക. കാരണം എടാ ഇത് നിന്ന് പോയോടാ. ഓക്കെ, ഞാൻ നോക്കിയപ്പോ എനിക്ക് വിഷ്വല് കാണുന്നില്ല, പിന്നെ ടെൻഷനായി പോയി. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക. വെയില് ഭയങ്കരമാണ്, നല്ലപോലെ വെള്ളം കുടിക്കണം. അപ്പൊ എല്ലാ മക്കളും ഞാൻ ആദ്യമായിട്ടാണ് ഗോപ്രോ പിടിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ആരോ ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിച്ചോ, അത് ഞാനായിരിക്കും, പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഗോപ്രോ പിടിക്കാൻ, നല്ല സുഖമാണ് പിടിക്കാൻ. ഞങ്ങളെ എപ്പോഴാ ഹോബി, ഞങ്ങളുടെ ഒരു പ്രത്യേക തരം ഹോബിയുണ്ട്. എന്നെ കാണത്തില്ലടാ, എന്നെ കാണിക്കും. അപ്പം ഹോബിയുണ്ട്. ആ ഹോബി എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ പഴയ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഞങ്ങള് കാണും. എന്നിട്ട് ഭയങ്കര ചിരിയാ. ഞങ്ങളുടെ കോമഡി കാണണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഞങ്ങളുടെ ഷോർട്സ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോ ഇതൊന്നും പിടിച്ചോളെ, ഞാൻ നോക്കിയപ്പോ സച്ചു ഇങ്ങനെ ഇങ്ങനെ ക്യാമറയുടെ അടുത്ത ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇതെന്താ പറ്റിയടാ? അത് തന്നെ. സച്ചു പിടിച്ചോ, സച്ചു ക്യാമറ പിടിച്ചോ. ഷോ ഇത് കേറുന്നില്ല, എന്ത് ചെയ്യും? കേറും. നമ്മള് ഇച്ചിരി പണിയാ. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് പിടിച്ചായിരുന്നു, അതിന്റെ ആണോ അറിയത്തില്ല. നമ്മള് വീട് ഊരിയാ വെച്ചേക്കുന്നത്. കേറുന്നുണ്ട്, അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നാ തിരിച്ചു വെച്ചോ. തിരിച്ചു വെക്കണോ? ഒരു വലിയ അംഗം തന്നെയാണല്ലോ. കൊറേ നാളെ തിരിച്ചു വെക്കുമ്പോ വീല് തിരിക്കണ്ടേ? നീ എന്തോ വീഡിയോ എടുക്കുന്നേ? കറക്റ്റാ. ഇവൻ എന്തോ കണ്ടോ ഇങ്ങനൊക്കെ വീഡിയോ എടുക്കും. ഇല്ല, കറക്റ്റാ, നല്ല വ്യൂ ആ. ഇത് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആടാ. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇത് ബ്രേക്ക് പിടിച്ചാൽ ഇത് ഇങ്ങനെ കറങ്ങാൻ സമയം എടുക്കുന്നുണ്ടോ? ഇതിങ്ങനെ ഒട്ടി തന്നെ ഇരിക്കും, അതുകൊണ്ട് ചെറിയൊരു പാടുണ്ട് കറങ്ങാൻ. ഇതിങ്ങനെ അപ്പൊ എല്ലാവരും സ്കൂളിൽ പോകാനുള്ള ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചെന്ന് ഞങ്ങൾ ഇതുവരെ ബുക്ക് മേടിച്ചില്ല, പിന്നെ ബാഗ് കഴുകി ഇട്ടിട്ടില്ല. സത്യം ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി എനിക്ക് കുറെ ജോലിയുണ്ട്. ഇപ്പൊ മാറുടെ ബാഗൊക്കെ കഴുകി വെക്കണം. കാരണം ഇനി ബുക്ക് വായിക്കുന്ന ഏറ്റവും വലിയ ജോലി. തുടർച്ചയായ 4ാം വർഷവും ഇപ്പൊ ഒരു പഴയ ബാഗ് ഒരാണ് കൊണ്ടുപോകാൻ പോകുന്നത്. റെക്കോർഡ്, മാക്സിമം റെക്കോർഡ്. പുതിയ ബാഗ് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അടുത്തത് ഇനി നമുക്ക് ഇവ ശരിക്കും മറന്നു വിട്ടാ ഇനി ഞാൻ ക്യാമറ ഓടിക്കാം. അപ്പോ നമ്മുടെ റിച്ച് കുട്ടൻ ഇവിടെ റെഡിയായി. അപ്പൊ എല്ലാരും നല്ലപോലെ വെള്ളം കുടിക്കണം. എല്ലാരും വെള്ളം കുടിക്കണം. നീ ഹെൽമെറ്റ് വെക്കണം. ശരിയാ. നമ്മള് സൈക്കിളൊക്കെ ചവിട്ടുമ്പോ എല്ലാരും മഴക്കാലമാണ്, കമത്തി വെക്കുന്ന ഇതിന് ഉള്ളറയുള്ള എല്ലാ സാധനങ്ങളും നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് വേണം. ചെക്ക് ചെയ്യാൻ നമ്മൾ ഒന്ന് കുടഞ്ഞൊക്കെ നോക്കണം കേട്ടോ. ആദ്യം കയറി കൈ ഇട്ടാൽ ചിലപ്പോൾ കടിയൊക്കെ കൈ കിട്ടും. ഞാൻ എങ്ങനെയാ ഷൂ കുടയുന്നേ? ആദ്യം ഷൂ എടുത്ത് തറയിട്ട് 2 ചവിട്ടി ചവിട്ടോ. ആദ്യം ഷൂ അപ്പൊ അതാകുമ്പോ സിമ്പിൾ ആയിട്ട് കാലിലിട്ട് കടി കിട്ടിക്കോളും. ഇല്ല, ഞാൻ മണ്ടയിൽ തന്നെ ചവിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബുദ്ധി ചെയ്ത് പിടി, ഞാൻ പോയി പമ്പ് എടുക്കാം. പമ്പ് ഞാനും ഇത് പിടിക്കാം. നീ പോയി അടുത്ത ക്യാമറ ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കും. അയ്യോ പൊന്നെ, നിന്റെ സൈക്കിളിന്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം. അയ്യോ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? വെളിയിലോട്ട് പോകും. ചെറിയൊരു പാട് കാണും. അത് എന്നെ കാണിക്കാനാണോടാ ഞാൻ വീഡിയോ എടുക്കുന്നത്? ഇവൻ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ എന്താ നമ്മളെ കിട്ടത്തില്ല. ക്രിക്കറ്റ് വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് അല്ലേ? ക്രിക്കറ്റ് ഇതല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ബാറ്റ് ചെയ്ത് കളിക്കും. ഇതിപ്പോ ക്യാമറക്ക് അടിയാ. ഇത് ഇടയ്ക്ക് നടക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന. പക്ഷെ നമ്മള് ഒരു ഡേഞ്ചർ കാര്യമുണ്ട്. ഇങ്ങനെ ജനലുള്ളടത്ത് ഇത് വെക്കല്ലേ. ഇപ്പൊ കൊറേ അടി ജനലിൽ കിട്ടിയെന്ന് തോന്നുന്നു. ഇല്ല, പൊട്ടിയിട്ടൊന്നും ഇല്ല. ജനലിൽ ഇങ്ങനെ കൊള്ളും. പാമ്പടി പെട്ടെന്ന് സമയമില്ല. പാമ്പടി പാമ്പെടുക്കാനോ ദൈദിക്കച്ചയുടെ തലയിലൊക്കെ പോയി അടിക്കുവാണ്. നമ്മുടെ റിച്ചുകുട്ടൻ ഇവിടെ കഷ്ടപ്പെട്ട് പമ്പ് ചെയ്ത് അടിച്ചോണ്ടിരിക്കുക. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, എനിക്ക് ഈ പ്രായത്തിൽ പല്ല് കളിക്കുന്നു. എന്റെ ഇന്നലെ ഇവരെ കിടക്കാൻ നേരം സത്യം ഞാൻ പറഞ്ഞു ഇവന്റെ പല്ല് ഭയങ്കര ആടിയിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റ വരിക്ക് എടുത്തവരെ ഇക്കച്ചി ഭയങ്കര എന്നെ വിശ്വാസമില്ല. ഞാൻ ഭയങ്കര സെന്റിമെന്റൽ വർത്താനം. ഇല്ല, എന്നിട്ട് പറയാ ഞാൻ വലിക്കത്തില്ല. ഞാൻ ആട്ടോ നോക്കട്ടെ, ആട്ടോ ഒക്കെ
ഒക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് അവസാനം ഇക്കച്ചി ഒറ്റ വലി അത് തൂങ്ങി കിടക്കുവാണേ. തൂങ്ങി കിടന്നാ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. എത്ര മണിക്കാ? 11-12 മണി. ആ സമയത്ത്. എന്നിട്ട് എന്തായാലും തൂങ്ങി കിടക്കുമ്പോ ഉറങ്ങാൻ പറ്റൂല, മിഴുങ്ങി പോകും. ഞാൻ പിന്നെ പല്ല് കാണിച്ചോടെ? ഞാൻ കാണിച്ചുതരാം. അത് പറിച്ചത് കാര്യം അതിന്റെ അടി വേറെ പല്ല് വന്നു തുടങ്ങി. അത് പറിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആടി ആടി തുടങ്ങിയത്. ഫ്രണ്ടിൽ കാറ്റുണ്ടോ? അത് മതി. ഫ്രണ്ടിൽ കാറ്റുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ലെറ്റ്സ് ഗോ ഫോർ ദ വർക്ക്. പിന്നെ ഞാൻ എന്റെ ഷൂ ഒക്കെ ഇട്ട് സെറ്റായി വരട്ടെ. ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ഞാൻ ഹെൽമെറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഷൂ ഒക്കെ ഇട്ടിട്ട് വരാം. എങ്ങനെയുണ്ട്? അത് ഞാൻ പെട്ടെന്ന് ഷൂ ഇട്ട് മാജിക് ഇനി വർത്താനം പറഞ്ഞിരിക്കാതെ മകൻ നേരെ പോവുക, സൈക്കിൾ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ഒന്ന് വീലി ചെയ്ത് കാണിച്ചു. ഇതിന്റെ അവസാനം ഒറ്റ മിനിറ്റ് ഇതിന്റെ അവസാനം എന്റെ ഒരു വൈറൽ വീഡിയോയുടെ ഒരു സാധനം ഉണ്ട്. ഇതില് നമ്മൾ സൈക്കിൾ ഈ സ്റ്റെപ്പ് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെ ഇറങ്ങി വരും. ഏത്? അതിപ്പോഴേ വേണ്ടല്ലോ, ഇപ്പോഴല്ല, അത് വീഡിയോയുടെ അവസാനം മാറ്റിക്കോ. മമ്മി ഇവിടെ ഭയങ്കര പൊടിശല്യം, അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര കണ്ടമാണ്. കണ്ടത്തിൽ നിന്നുള്ള കാറ്റ് കാരണം ഭയങ്കര പൊടിയെന്ന് പറഞ്ഞാൽ ഇപ്പഴാ എനിക്കൊന്ന് ഇത് മാറി. ഇതേ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് എന്റെ വ്യൂ ആണ്. ബൂം ബൂം ആയിക്കോട്ടെ. പിന്നെ ഇവിടെ കൂടെ 1 ഹാൻഡ് വീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഒരു കാര്യം, ഞാൻ മിറ്റിലെ കൂടെ വീൽ ചെയ്യാൻ പോവാ. അത് കുറച്ച് റിസ്കിയാണ്, പക്ഷേ നീ ചെയ്യണം. അതാണല്ലോ നമ്മൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. ഞാൻ കൊറേ ചെയ്ത് നോക്കണം, കിട്ടും. അപ്പോ നമ്മുടെ ഇവിടെ നിക്കാൻ ലിക്കിച്ച് കാണൂല. ചെയ്തോ? ആദ്യം നമുക്ക് അവിടെ മിറ്റിൽ കൂടെ ഒരു വീലിയോ. മേഡ് ഔട്ട് ആയാ കിട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും പോകത്തില്ല. ഞാൻ അങ്ങനെ ഒരു ക്യാമറമാൻ ആയിരിക്കുകയാണ്. ഈ ധൈര്യം ഉണ്ടെങ്കിൽ വണ്ടേ കൂടെ വീൽ ചെയ്ത് പോകാൻ പറ്റുമോ? അവിടുന്ന് അയ്യേ, നീ ആരെയാ കാണിക്കുന്നേ? ഇതാ ക്യാമറമാനാണോ? എന്നാ പോ, ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഇല്ല, ഇതിലെ കൂടെ വീൽ ചെയ്യാൻ. അയ്യേ സിമ്പിൾ. ഞാൻ ഇവിടെ ഒന്ന് റാമ്പി ചാടി വീൽ ചെയ്യട്ടെ. അഹങ്കാരം ഷോ വാ. അവൻ വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഏൺ ചെയ്തെടുത്തൊരു സാധനമാണ് അവന്റെ വീലി എന്ന് പറയുന്നത്. ഇല്ല, ചെയ്ത് കഴിയുമ്പോ നിങ്ങൾ ആരും നോക്കണ്ട, ഒരു ഷോ കാണുവേ. പോടാ. ഓ സൂപ്പർ. പോട്ടെ അടുത്തൂടെ പോട്ടെ. ഓ പക്ഷെ എന്നാലും വേണ്ടിയില്ല, സാരമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അല്ല ഫ്രണ്ട്സ്, നല്ല വെയിലാ. എനിക്ക് ഈ വെയില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അല്ലെങ്കിൽ തന്നെ അവൻ കറുത്ത് കരിവാളിച്ച് ഒന്ന് കരിമത്തി പോലായി. കാരണം ഇവന്റെ ഫേസ് കണ്ട് ഇവ എത്ര ഡള്ളായിട്ടുണ്ടാവും. വെയില് നിൽക്കാൻ സച്ചു. നമ്മള് എടുത്ത് പോയിട്ട് വരാവേ. എന്തോ പറയാൻ വന്നപ്പോ ഓടി. അല്ല, പുറകിൽ നിന്ന് ഇതല്ലേ ഫുള്ളായിട്ട് കിട്ടുള്ളൂ. വാ. എനിക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് ഈ വീഡിയോ എടുത്ത വെയില് അടിച്ചു കഴിയുമ്പോ എനിക്ക് നല്ല പണി കിട്ടും. ഞാൻ ഇത് 1 ഹാൻഡ് വീൽ ചെയ്യട്ടെ. നീ ഒന്ന് വിടാ. ഇവ ഭയങ്കരവാ. ഇവന്റെ മെയിൻ ഒരു സ്വഭാവം ഞൊളഞ്ഞൊളപ്പ്. നമ്മളിപ്പോ അതെല്ലാം അനിയന്മാർക്കുള്ളായിരുന്നു. ഞാനിപ്പോ എന്തായാലും ചെയ്തോണ്ട് അപ്പൊ അത് ചെയ്യണം. അതങ്ങനാ വീല് ചെയ്യാൻ. പിന്നെ അവൻ അറിയാത്തത് കൊണ്ട്, അവനെ കൊണ്ട് ഇപ്പൊ പറ്റാത്തത് കൊണ്ടും അവൻ അടങ്ങി നിൽക്കുവാ. ഞാൻ 1 ഹാൻഡ് വീല് നീ എടുക്കുവോ? ഞാൻ എടുത്തുതരാം. കൈ പിടിച്ചോണ്ട് ചെയ്യാലോ? ഇത് പിടിയാ അങ്ങോട്ട്. അല്ലേ വേണ്ട, ഞാൻ പിടിച്ചുതരാം. വേണ്ട, എങ്ങനെ താഴെ വിടാലോ? Come on. 1 hand wheelie on the road.
ഇവിടെ ചെറിയൊരു പാടുണ്ട് വീൽ ചെയ്യാൻ. അതൊക്കെ നമ്മളിപ്പോ ശരിയാക്കും അല്ലേ? മിറ്റിലെ കൂടെ വണ്ടാൻ്റെ വീല് ഒക്കെ സിമ്പിളല്ലേ. ഇപ്പൊ സെറ്റ് ആക്കി തരാം. ഈ ക്യാമറ തന്നാ പോലെ തരാം. അത് വേണ്ട, അത് നൂബ. അതേ പറ്റൂ. എനിക്കിത് സെറ്റ് ആക്കട്ടെ. അല്ലെ ക്യാമറ പോവും. ഇങ്ങനെയാ പിടിച്ച് വീൽ ചെയ്യുവേ. കറക്റ്റ് അല്ലേ? നീ ഇവിടെ പിടിക്കണേ. ഈ കൈയല്ലേ? ഈ കൈ വാക്കയ്യല്ലേ? ഫ്രണ്ട്സ് വന്നോ. നീ വേണ്ട. നീ എന്താ ഇങ്ങനെ പിടിച്ചേക്കുന്നേ? അയ്യോ അങ്ങ് പോയി നിന്നു. അവിടെ നിന്ന് കിട്ടു. ഞാൻ നമുക്ക് ഇവിടെ നിക്കാം. വാവ്. അപ്പൊ ഞാൻ അവന്റെ കൂടെ വരാം. ഞാനിങ്ങനെ ആവുമ്പോ അല്ല ഞാൻ പിടിയാ. ഇക്കച്ചിങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ പിടിച്ചെന്നാ പോരെ. ഉമ്മിയോ ഉമ്മിയോ ഇങ്ങനെ കേട്ടോ ഏത് സമയത്തും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതാവൻ ഭയങ്കര ഇക്കച്ചിയാവുന്നതാ. ഞാൻ കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ബുദ്ധിക്കാരനല്ലേ. ഇവിടെ പിടിക്കാൻ തന്നാ പോരെ. ഇവിടെ ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ സച്ചുകുട്ടൻ അത് കിട്ടിയില്ല. അമ്മ ഞാൻ ഇപ്പൊ കാട്ടി പോയത്. അതൊന്നുകൂടെ സെറ്റ് ആക്കും. കുഴപ്പമില്ല. പോയിട്ട് വാ. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് അപ്പം ഞാൻ ക്യാമറ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. മറ്റേ ഭയങ്കര വലുതായിരുന്നു എനിക്ക് പിടിക്കാൻ. പിടിക്കുന്ന ആൾക്കാരെന്തേ കമോൺ. പിടിക്കുന്ന ആള് പിടിക്കണേ. ഞാൻ പിടിച്ചിട്ട് അവന് കൊടുക്കും. അപ്പൊ ക്യാമറ നല്ലപോലെ ചൂടായിട്ടുണ്ട്. പോയിട്ട് വാ. ചിലപ്പോ ഇതിന്റെ ബാറ്ററി തീർന്നു പോകണം. തിരിക്കാം. ഇവിടെ ഇങ്ങനെ പിടിച്ചോ. നമ്മുടെ ചേട്ടൻ ദേ പോകുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാരും ഇങ്ങനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ അങ്ങനെ പിടിച്ച കൈ ചിലപ്പോ ഒടിക്കും. നമ്മുടെ റിച്ചുകുട്ടൻ. ഓ ശരി. ഇത് നിനക്ക് തന്നാ പോരെ. ഇങ്ങനെ അപ്പൊ തിരിഞ്ഞു തരണ്ടേ? ഇങ്ങനെ അങ്ങനെ തന്നെ തന്നേ. ഞാൻ ഇവിടെ പിടിച്ചിരുന്നേ. ഞാൻ ഇവിടെ പിടിച്ചേക്കോ. ഇവന്മാരുടെ കാര്യം കൊണ്ടൊന്നും നടക്കത്തില്ല. നമ്മുടെ റിച്ചുകുട്ടൻ ഇനി 8ാം ക്ലാസ്സിലോട്ടും സച്ചുകുട്ടൻ 5ാം ക്ലാസ്സിലോട്ടും പഠിക്കുന്നത്. ഇവൻ ഇവിടെ ഇരുന്ന് വീലി എന്തൊക്കെയായി കാണിക്കുന്നത്. ഫോനേ മെറ്റലി വീല് ചെയ്യാൻ പാടാ കേട്ടോ. ഞാൻ അവര് നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഓടിവാ. കമോൺ. എന്റെ ഉടുപ്പ് ഇതിൽ കയറി ഉമ്മി. ട്രൈ വീണ്ടും ട്രൈ. ബാബാ കമോൺ. അവന്റെ ഉടുപ്പ് മറ്റേ സീറ്റിന്റെ ഇതിനകത്ത് കയറി ഉടക്കിപ്പോയി. കമോൺ. ഇതിപ്പോ ഒരു 10 മിനിറ്റ് തീർക്കാന്ന് വിചാരിച്ച വീഡിയോയാ. ഇപ്പൊ ഇത് എത്ര മിനിറ്റ് ആയെന്ന് ഇപ്പൊ തന്നെ എനിക്കറിയത്തില്ല. 20 മിനിറ്റ് കൂടുതലായി. അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരിക്കും. നമ്മുടെ റിച്ചുകുട്ടൻ 8ാം ക്ലാസ്സിലോട്ടും സച്ചുകുട്ടൻ 5ാം ക്ലാസ്സിലോട്ടുമാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അവരൊക്കെ ഇനി ഏത് ക്ലാസ്സിലോട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കെ. ഓ ശരി. വാ. ഞാൻ റെഡി. നീങ്ക റെഡിയാ? റെഡി. ഓ അയ്യോ, ഇത് പിടിക്കുമ്പോ താന്നു പോവാ. ഈ മിറ്റിലെ കയറി ഒന്നുകൂടെ ചെയ്തിട്ട് ഞാൻ പോകും. അത് മതി. അതാണ് വേണ്ടത്. നമ്മൾ ചെയ്ത് കിട്ടുക എന്നതിലുള്ള കാര്യം. വേണ്ട ഇപ്പൊ ആദ്യം ഇങ്ങനെ ഞാൻ വരും. അങ്ങനെ വരുമല്ലേ ഇവിടെ തന്നെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ. എങ്ങനെയുണ്ട്? നല്ല ചാടി കയറുന്നയോ? അല്ല, പിടിച്ചു പൊക്കിക്കാന്നേ. ഫ്രണ്ട്സ് എനിക്ക് നീളമില്ല, ഇച്ചിരിയുണ്ട്. പിടിച്ചോ. ഇനി കൈപ്പിടി. ആ കൈതാ. മനസ്സിലായില്ല എനിക്ക്. ഉമ്മ എനിക്കൊരു സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി സ്റ്റാർട്ട് ചെയ്യാൻ. ഒട്ടുകൈ സ്റ്റാർട്ടിങ് ചെറിയൊരു പാടാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉമ്മി ഗോപ്രോ ഇതിൽ പിടിച്ചോ. എന്റെ കൈ പിടിച്ചോ. ചെയ്ത് നോക്കുവാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ക്യാമറ പൊട്ടിക്കരുത്. അതൊന്നും ഇല്ല. അന്നാ കേട്ടോ മറ്റേനെ മതി. അതെ പോയി ചെയ്യും. സച്ചുകുട്ടൻ്റെ എന്താ പ്രാചീന കാലത്തേക്ക് എത്തി. ഇച്ചിരി കൂടെ വലുതെടുക്കടാ. അവൻ വാഴയിലയിൽ അവന് തണൽ കണ്ടെത്തുക. എനിക്കാണ് വെയിൽ കൊണ്ടാ പറ്റത്തുമില്ല. ബാബാ ഞാൻ വന്നോളാം. കമോൺ. വെയിലാടാ. നമുക്ക് എപ്പുറത്തെ റോഡിൽ പോയി ചെയ്താലോ? ഭയങ്കര വെയിലാണ്. അത് പ്രശ്നമില്ല. ഇത് ഇവിടെ ചെയ്യാൻ പാടാൻ പറ്റില്ലേ? അതെ സച്ചുകുട്ടൻ ഉമ്മി പറഞ്ഞത് ശിരസ വഹിച്ചിരിക്കുന്നു. മഴ വന്നാൽ കൊള്ളായിരുന്നു. അതെ പോ ഞങ്ങളപ്പം നമുക്ക് ഇപ്പുറത്തെ റോഡിൽ പോ. ഇങ്ങനെ തന്നെ ഫീൽ ചെയ്താലോ? അങ്ങനെ
ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരു ട്രൈ ആണ്. താഴെ പോയാൽ എന്നെ ഒന്നും പറയില്ല. ഞാൻ പറയും. അയ്യോ ഞാൻ പറയും. ഞാൻ എങ്ങനെയാലും ഇതൊന്ന് പിടിക്കട്ടെ. അത് വേണോ? ഇതൊക്കെ സെറ്റ്. എന്നെ കാണാമല്ലോ. എന്റെ ഗോപ്രകളല്ല. യെസ്, ഇവിടെ സ്ഥലമില്ല. ഇനി റോഡിലോട്ട് കയറല്ലേ. അങ്ങോട്ട് ഡേഞ്ചർ. നീ അങ്ങോട്ട് പോയിക്കെങ്കിൽ നീ ചെയ്യുന്നവർ കാണാൻ പറ്റുമോ? മൊമ്മാലേ അതെങ്ങണ്ട്? ആ കൊള്ളാം, അത് കൊള്ളാം, അത് രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒറ്റ കയ്യിലെടുക്കാം. അതെങ്ങണ്ട് അത് കൊള്ളാം. ബുദ്ധി ബുദ്ധി ചേഞ്ച് യുവർ ലൈഫ്. വെയിൽ ഒത്തിരി കൊള്ളിക്കാതെ തന്നെ. ഞാൻ വെയിൽ കൊണ്ട് കഴിയുമ്പോ ചുമന്ന് വരും. പിന്നെ ഇത് കയറുവാ. പ്രത്യേക ഒരു കാര്യം ഇതാണോ, ഈ ഉടുപ്പ് ഇതിൽ കയറി അങ്ങ് നിരങ്ങിപ്പോവും. ഈ ഉടുപ്പ് പൊക്കി ഉടുപ്പിടണ്ടായിരുന്നു. എങ്ങനെ നിരകായിരിക്കും? ശരിയാ. ഞാൻ അപ്പം ഇങ്ങനെ തന്നെ ട്രൈ ചെയ്താ സെറ്റ്. മറ്റേ ഇവിടെ കിട്ടുമ്പോഴത്തേക്കും അപ്പൊ എനിക്ക് റെസ്റ്റ് എടുക്കാലോ. ഇതുണ്ടോ എങ്ങനെ ഓസ്തി നടക്കാൻ നോക്കിയാള്. മലയാളികളെല്ലാം അങ്ങനെയാണ്. നീ എല്ലാ മലയാളികളെ അങ്ങനെ പറയരുത് ഫ്രണ്ട്സ്. എനിക്ക് വെയിൽ ഭയങ്കര പ്രശ്നമാണ്. എന്റെ വർക്കർ ഇതേ നിൽക്കുന്നു. വെയിൽ അടിച്ചു കഴിയുമ്പോ ഞാനിങ്ങനെ എനിക്ക് നല്ല ചൊറിച്ചിലൊക്കെ വരും. പിന്നെ ഇവിടെ എല്ലാം ചുമന്ന് വരും. സൺബേൺ. പക്ഷെ എനിക്കതില്ല. ഞാൻ നല്ലൊരു തനി മലയാളിയാണ്. ഞാനും തനി മലയാളിയായിരുന്നു. ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂ എനിക്ക് തുടങ്ങിയിട്ട്. ഞാനും തുടങ്ങാലോ. ഇപ്പൊ തുടങ്ങൂലേ? കണ്ടോ? ഫ്രണ്ട്സ് ഇപ്പൊ 1 ഹാൻഡിലാണ് ചെയ്തത് ഫുള്ള്. അതെങ്ങനെ അറിയാൻ പറ്റൂടാ. 1 ഹാൻഡിലായത്. അപ്പൊ അത് നമ്മുടെ ശരി. താങ്ക് യു. കണ്ടോ ഉമ്മിയോട് സ്നേഹമുള്ള ഉമ്മിക്കുഞ്ഞായിട്ട്. ഉമ്മിയുടെ കുഞ്ഞാ. ആ വെയിൽ ചെയ്തു. അല്ല ഞാൻ എടുക്കാം. അതൊരു സുഖമില്ല. ഞാൻ അപ്പുറത്തെ മിറ്റിലെ 1 ഹാൻഡ് ചെയ്യത്തില്ല. കാരണം ഇവിടെ വലിയ മിറ്റില്ല, അവിടെ ഭയങ്കര ചറുക്കുന്ന മിറ്റില്ല. ചെയ്യാൻ ഭയങ്കര പാടാ. ഓക്കെ ചായ കുടിച്ചു. ഓക്കെ ഞാൻ മുമ്പ് എത്തിക്കോളാം. ഫ്രണ്ട്സ് ഇതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ചെറിയൊരു പാടുണ്ട്. ക്യാമറക്ക് ചെറിയ അല്ല ചെറുതായി ഇവിടുന്ന് വീൽ ചെയ്തു. കുഞ്ഞു മിറ്റിയിലായിരുന്നു. കുറച്ച് വെള്ളം എടുത്തോണ്ടാ. കുറച്ചുകൂടെ വെള്ളം എടുത്തോണ്ടാ. ഉമ്മിക്കൂടെ വേണമെങ്കിൽ ഇച്ചിരി തന്നോ കേട്ടോ. വെയിൽ കാരണം നമ്മൾ അൽഫാം. അതെ ഇപ്പൊ റിച്ച് അൽഫാം ആയിട്ടുണ്ട്. ഞാൻ അൽഫാം ആകാൻ ഞാൻ പൊട്ടി പൊട്ടിയടാ. അത് കൊറേ ആയി പൊട്ടി. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ കാണോ അസ്ഥികൂടം പൊട്ടി. അപ്പൊ നമുക്കൊരെണ്ണം വാങ്ങിക്കണം. എന്റെ മുടിയുണ്ടോ? ഇതാണ് എന്റെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈൽ. അതെ നമ്മുടെ ഈക്കോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഉമ്മിയുടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എനിക്ക് വേണ്ടി എടുത്ത വണ്ടിയാ. ഉമ്മിക്കുട്ടി ഇപ്പൊ ഓടിച്ചോടിച്ച് പഠിച്ചു അല്ലേ? വണ്ടി ഓടിക്കാനേ അറിയത്തില്ലായിരുന്നു. ഒട്ടും ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇത് ഇപ്പൊ ഏതെങ്കിലും വണ്ടി ഇതൊക്കെ പിടിച്ചേ എന്നെ കാണിച്ചു കൊടുക്കണേ. ഏതെങ്കിലും വണ്ടി ഇങ്ങനെ ലോറി അങ്ങനാണല്ലോ നമ്മള് പേടിച്ചിരുന്ന കാര്യങ്ങൾ. ഒരു പ്രശ്നമില്ലായിരിക്കും. വണ്ടി വന്ന് കണ്ടപ്പോ ഇങ്ങനെ കൈയൊക്കെ എടുത്ത് കളയും ചിലപ്പോ. ചുമ്മാ തള്ളുവാട്ടോ. ഞാനൊരു അടിപൊളി ഒരു ഡ്രൈവറായി മാറിക്കൊണ്ടിരിക്കുക. കഴുകിയായിരുന്നു കുപ്പി വന്ന് കഴുകി. ഞങ്ങൾ കുറെ ദിവസം ഇവിടെ ഇല്ലാതിരുന്നയാ. ഉറപ്പായിട്ട് കഴുകിയോ? നിങ്ങളുടെ ഒന്ന് ഇച്ചിരി വെള്ളം ഞാനും കൂടെ കുടിക്കട്ടെ. ക്യാമറ പിടിച്ചു മര്യാദക്ക് വെള്ളം കുടിക്കാനും പറ്റത്തില്ല, വാ തുറക്കാൻ പറ്റത്തില്ല. മറ്റേ പല്ല് കളിക്കുവാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ അവസ്ഥയാന്ന് നോക്കി. ഇനി വേണ്ട ഈ ഒരു പ്രശ്നം എന്താന്ന് ചെയ്തോ. ഞാൻ പറഞ്ഞില്ല, ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു. പൊടി ഇങ്ങനെ അടിച്ച് കയറും. തേങ്ങയൊക്കെ ഉണ്ട്. പൊടി ഉണ്ടോ? ഇതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താ പോരെ? അവിടെ ഭയങ്കര പൊടിയാ. ഉമ്മയുടെ കൈ പോയി. ഉമ്മയുടെ കൈ കളഞ്ഞു, ഒടിച്ചു കളഞ്ഞു. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ.
അപ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് ഞാൻ വീട്ടിലില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തെ ക്ലീനിങ് ഒന്നും നടത്തില്ല, അകം മാത്രമേ ഞങ്ങൾ ക്ലീൻ ചെയ്തത്. അപ്പൊ നമ്മുടെ കറക്റ്റ് പൊടി എന്താ അവസ്ഥയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു. കാണിച്ചു കൊടുത്തേ. ഇത് ഞാൻ ഇച്ചിരി ക്യാമറമാൻ സാധനം എന്റെ സൈക്കിൾ. അയ്യോ നടക്കത്തില്ല. അയ്യോ ഞാൻ സാധാരണ ഞങ്ങൾ കഴുകുകയില്ലേ, ഇവിടെ സ്ലൈഡാക്ക് നിക്കറൊക്കെ ഒരു കളഞ്ഞ് ഇതിനെ കൂടെ ഇല്ല. ഇപ്പന്മാർക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്ത അവിടെ നിന്ന് ഇങ്ങനെ പൊടിയെല്ലാം കളഞ്ഞിട്ട് ഒരു വട്ടം കൂടെ വെള്ളം ഒഴിക്കും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കാലും കൂടെ ഒറ്റ പുഷ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇങ്ങനെ പോകത്തില്ല, ഇവിടെ വരെ വരും. അങ്ങോട്ട് പോയാ ഖതം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, ഖതം. ഞങ്ങളൊരു സാധനം ഉമ്മിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തുവാ ഉമ്മി എപ്പോഴും ഇങ്ങനെ ഇപ്പൊ എന്തേലും പറ്റിയ കോപ്പിറൈറ്റ് വരുമോ? അയ്യോ ഫായ്ക്ക് കോപ്പിറൈറ്റോ? കോൺഫിഡന്റ് വീലി കുറെ അപ്പൊ നമ്മുടെ കോൺഫിഡന്റ് ഫസ്റ്റ് ട്രൈ കിട്ടുമോന്ന് ഞാൻ നോക്കാതെ. കിട്ടണം. എന്നാ പോ. ഒന്നെങ്കിൽ ഫസ്റ്റ് ട്രൈ അല്ലെങ്കിൽ ലാസ്റ്റ് ട്രൈ. അതല്ലേ ഒന്നെങ്കിൽ ഫസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ എന്ന് വെച്ചാ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. Come on, you can baby, you can. ഇരിക്കല്ലേ, ഡ്രസ് ഫുള്ള് ചെളിയാവും. അവൻ മിക്കവാറും അവിടെ പോയി ഇരുന്ന് കാണും കേട്ടോ. ഇരുന്നോ ഫ്രണ്ട്സ് ഒരു കാര്യം കാണിച്ചു എന്റെ ലോക മണ്ടത്തരം ഇപ്പൊ കാണിച്ചു. വാട്ട് എ ഷേപ്പ് ഈസ് ദീസ്? ഉയ്യോ ഡാർക്ക്. ക്യാമറ കൊണ്ട് ഉമ്മി എടുത്തു കേട്ടോ. ഞാൻ കോൺഫിഡന്റ് ചേട്ടാ, ഞാൻ ഓടുക. സൂപ്പർമാൻ. നാളെ നിങ്ങള് ഇത് ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മുടെ റിച്ചുകുട്ടൻ സാധനം മാറ്റിയില്ലല്ലോ, കുഴപ്പമില്ല. സ്ലോയിൽ പോലെ പറ്റും. കുഴപ്പമില്ല, അത് മാറ്റണോടാ. പക്ഷെ പൊടി ഉള്ളതുകൊണ്ട് ചിലപ്പോ തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇച്ചിരി ബാക്കിലോട്ട് പോകണം, അല്ലെ ഈ കിച്ചേ കിട്ടൂല സൈക്കിൾ മൊത്തം. എനിക്കറിയത്തില്ല, പതുക്കെ ചെയ്യും. നീ എന്തായി കാണിക്കുന്നത് സച്ചു? എന്താ നിന്റെ കയ്യിലെ കുഞ്ഞുങ്ങളെ കൈ തരാത്തത്? നല്ല കാര്യങ്ങൾ, കാരണം നീ കുഞ്ഞുങ്ങളെ പോലെ കളിക്കും. ഇത് കിട്ടുമോ അവൻ ചെയ്യുന്നത്? അതെ, ഫുൾ കിട്ടും. അവനൊന്നും പറയാനില്ലത്. അവൻ പറയാനില്ല. അവന് എന്തായാലും ഞാൻ പറഞ്ഞില്ലടാ, കഷ്ടപ്പെട്ട് നമ്മൾ ട്രൈ ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. വേണ്ട, ഞാൻ എടുത്തോളാം. ഒത്തിരി വ്യൂ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. രുചിക്കൂട്ടം പോരെ. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ വേണ്ട അച്ചു, പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ എന്താ ഈ പൊടിയെന്നോർത്ത് വിഷമിക്കേണ്ട, അതുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ സെറ്റാക്കും. കാരണം എനിക്കത് മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ആടി പോളി ബൊമ്മ അടികൈ. പിന്നെ അല്ല വീഡിയോ കത്താക്കിയ നമ്മള് ഇതിന്റെ ഒരിതെന്താ, നമ്മുടെ ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകത്തില്ല. അപ്പൊ അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ടീച്ചർമാരെല്ലാം പറയും എനിക്ക് നല്ല ബുദ്ധിയാണ്, പക്ഷെ ഞാൻ പഠിക്കത്തില്ല. നീ എന്നാ പഠിക്കാതെ? ആരും പറഞ്ഞു പഠിക്കത്തില്ലല്ലോ. കഷ്ടപ്പെടത്തില്ല. ഞാൻ കഷ്ടപ്പെടത്തില്ല, പഠിക്കും. പക്ഷെ ഒരു 35 മാർക്കിനുള്ള പഠിക്കും. അതിന് മേളിൽ പഠിക്കാൻ എനിക്ക് അവനെ ഇഷ്ടമല്ലത്. കുഴപ്പമില്ല, ആ 35 മാർക്കിനാണെങ്കിലും പഠിച്ചാൽ മതി. വൃത്തിയായിട്ട് നമ്മൾ മാർക്കല്ല എയിം ചെയ്യേണ്ടത്. എന്തോ എയിം ചെയ്യേണ്ടത്? ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും സക്സസ് ആവാൻ വേണ്ടി എയിം ചെയ്യണം. അല്ലാതെ മാർക്ക് എത്ര വേണം എന്നുള്ളത് ഹുസ് അത് എല്ലാവരോടും കൂടിയാ പറയുന്നത്. നമ്മൾ ഇത്ര മാർക്ക് അല്ലെ 50 വേണ്ടി ട്രൈ ചെയ്യണം. പക്ഷെ അത് കിട്ടിയില്ലെന്നോർത്ത് നമ്മൾ വിഷമിക്കാൻ പോകണ്ട. കാരണം ഏതെങ്കിലും സമയത്ത് തോക്കുമെന്നോ ഭയങ്കര പാടായിരുന്നു. 32 മാർക്കുണ്ട്.
ആഹാ പക്ഷേ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ പകുതി ദിവസം, അതായത് സ്കൂളിൻ്റെ പകുതി ദിവസത്തിൽ കൂടുതൽ ക്ലാസ്സിന് പോയിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് ഇവന്മാരെ വഴക്ക് പറയാനുള്ള അവകാശവും ഇല്ല. എന്നിട്ടും അവൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്നിട്ടും അവന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചു, എല്ലാത്തിനും പാസ്സായി. പിന്നെ ഒരു 4 എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും എഴുതിയിട്ടില്ല. 4 തള്ളുന്നില്ല, അവന് ഓർമ്മയില്ലാച്ചിട്ടല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അപ്പോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ബൈക്കിന്റെ വീഡിയോ ഇടണമെന്നോ. ബൈക്കിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ വരാത്തതിന്റെ കാരണം പറഞ്ഞു, ഷൂട്ടുമായിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു അധ്യയന വർഷം കൂടെ ഞാൻ നേരുവാണ്. പുതിയ എഡ്യൂക്കേഷണൽ ഇയർ അല്ലേടാ ഇല്ല. അപ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിലോട്ട് പോവാം. ഞങ്ങളും നല്ല ഹാപ്പി ആയിട്ട് പുസ്തകമൊക്കെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വാങ്ങിക്കും. അപ്പൊ അടിപൊളി. അപ്പൊ മറ്റൊരു വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും.